നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് സുധീഷും നിധിയും കൂടെ സംസാരിക്കണം. അപ്പൊ സുധീഷിന് വൈകുന്നേരം കഴിക്കാനുള്ള ആഹാരമൊക്കെ നിധി എടുത്തോണ്ട് കൊടുത്തു. അങ്ങനെ സംസാരിച്ചിരിക്കണ സമയത്ത് സുധീഷിനോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ ചേട്ടൻ വലിയ ആർക്കിടെക്റ്റാന്ന് പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ നിങ്ങൾ മാത്രം എന്താ ടാക്സി ഡ്രൈവർ ആയിപ്പോയത്? ടാക്സി ഡ്രൈവറോ? ഞാൻ ടാക്സി ഡ്രൈവർ ഒന്നുമല്ല, സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി നടത്തുക. ട്രാവൽ ഏജൻസിയോ? അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് കാർ ഓടിക്കാൻ വന്നെന്ന് ഓർത്തോണ്ട് എന്നെ ടാക്സി ഡ്രൈവറായിട്ട് കാണേണ്ട കാര്യമില്ല. ഇച്ചിരി അങ്ങോട്ട് കൂട്ടി പറയാണ് സുധീഷ്. എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വീഴിക്കണമല്ലോ. പിന്നീട് സുധീഷ് പറഞ്ഞു, അതെ എനിക്ക് സ്വന്തമായിട്ട് കുറെ കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് എന്നെ പറഞ്ഞു വിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയണം. ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പരിചയത്തിലുള്ള ഒരു സാറുണ്ട്, സാറിൻ്റെ വീട്ടിലേക്ക് ഒരു നല്ലൊരു ടാക്സി ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം മറ്റുള്ളവരെ വിടാനായിട്ട് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട്, ഞാനും അവനെ അത്രയും കൂട്ടാം, എന്തായാലും കുഴപ്പം സംഭവിച്ചല്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വെച്ചോ. ഓ അങ്ങനെയാണല്ലേ. അല്ല പിന്നെ നിങ്ങളുടെ രണ്ടഞ്ചമാരും കൂടെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ ആള് ഹരീഷ്, അവന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പൊക്കെ നടത്തുമോ? ഓ അങ്ങനെയൊക്കെയാണല്ലേ. പിന്നെ ഒരാള് പഠിക്കുക, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം ഇത്തിരി കൂട്ടിയൊക്കെ പറയുന്നത്. ആ സമയത്ത് നിധി പറഞ്ഞു, പക്ഷെ എൻ്റെ കാര്യമൊന്നും ഓർത്ത് വയ്ക്കേ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ സമയം സുധീഷിൻ്റെ ഉള്ളിൽ തേങ്ങലാണ്. ദൈവമേ, താൻ വലിയ ആൾ കളിച്ച് ഓരോന്നൊക്കെ പറയുന്നുണ്ട് തൻ്റെ അനുജന്മാരെ കുറിച്ചൊക്കെ. തൻ്റെ ഏറ്റവും ഇളയ അനുജനാണെങ്കിൽ നന്നായിട്ട് പഠിക്കും നികേഷ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവനാണെങ്കിൽ പരീക്ഷയ്ക്ക് 10, 20, 16, 13 മാർക്കാന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് അറിയത്തില്ലല്ലോ. താനെന്നെ തള്ളിമറിച്ച് വിട്ടത്. അവൻ നന്നായിട്ട് പഠിക്കും, അവന് ഗോൾഡ് മെഡൽ നേടുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കള്ളത്തരങ്ങളൊക്കെ എന്ത് ചെയ്യാനാ? പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലത്തേക്ക് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറയാനേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ളൊരു വീടാ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിക്കുന്നത്. ആ സമയത്ത് സുധീഷിൻ്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുവാണ്. അതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ നിധി ആ സമയത്ത് പറഞ്ഞു, ഇവിടെ അങ്ങനെയൊന്നും അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഞാൻ പറയുന്നതിന് ആർക്കും ഒരു വിലയില്ല, ഞാൻ പറഞ്ഞ ആരും അനുസരിക്കാനും പോകുന്നില്ല, അതുകൊണ്ടാണല്ലോ ഈ കല്യാണം നടത്തുന്നത്, അല്ലെങ്കിൽ അച്ഛൻ ഈ കല്യാണം നടത്തില്ലായിരുന്നല്ലോ. അതേസമയം സുധീഷ് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, കല്യാണം ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല, ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇത്തിരി കഴിയുമ്പോൾ നിധി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. സുധീഷ് അവിടെ ഇരുന്ന് മയങ്ങണ സമയത്ത് കണ്ണുമുന്നിൽ നിധിയാണ് വരുന്നത്. നിധി തൻ്റെ അരിയിലിരിക്കുന്നു. താനും നിധിയും കൂടെ മാലയിട്ട് പോകുന്നു. എൻ്റെ ദൈവമേ, കണ്ണടയ്ക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലോ. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടുകൊണ്ടിരുന്ന് സുധീഷ് ചുറ്റും നോക്കി. എപ്പോൾ നോക്കിയാൽ അവൾ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടേ തോന്നുള്ളൂ. അവളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഇതെങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? എത്രയോ പെൺകുട്ടികളുടെ പിന്നാലെ നടന്നിട്ടുണ്ട്, എത്ര ഇടത്തിനും വളയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതേപോലെയൊന്നും അല്ല ഇതെന്തോ പ്രത്യേക ഒരിത്. തനിക്ക് സ്വന്തമാക്കണമെന്നൊരു അതിയായ മോഹം. വെറുതെ സൈറ്റ് അടിച്ച് നടന്നപ്പോഴൊന്നും ഇത്രയ്ക്ക് മോഹവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര ടെൻഷനായി. പിറ്റേ ദിവസം നിധിയെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പം എല്ലാ ദിവസവും കുറച്ച് പൂജകളും വഴിപാടുകളൊക്കെ ഉണ്ട് ഇനി കല്യാണം കഴിയുന്നോടം വരെ. അപ്പം നിധിയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ സുധീഷാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവരെല്ലാം നടക്കുന്ന സമയത്ത് നിധി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇപ്പം തന്നെ കണ്ടില്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിവാഹം നടക്കും, എനിക്ക് അയാൾ ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിധി പേടിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ അവനെപ്പോലുള്ള ഫ്രോഡിൻ്റെ കൂടെ ആരാ താമസിക്കുന്നേ? ഇത്രയും വൃത്തികെട്ടവന് എല്ലാം കൂടെ അടിച്ചേൽപ്പിക്കുകയല്ലേ നോക്കുന്നേ. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളുകൾക്കൂടി കുഞ്ഞു വേണം എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ പുറംകാലി ചവിട്ടി അവനെ തൊഴിക്കത്തുള്ളൂ. നിധി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ തീരുമാനിച്ച കല്യാണമല്ലേ. തീരുമാനിച്ച കല്യാണം പോലും നിധിക്ക് എന്താ സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലേ? സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അഭിപ്രായമൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞിട്ടും വീട്ടുകാർ സമ്മതിക്കുന്നില്ല. കാരണം അവർ പറയുന്ന എല്ലാം എൻ്റെ നന്മയെ കരുതിയിട്ടാണ്. അയാൾ എന്നെ എത്രമാത്രം ടോർച്ചർ ചെയ്യുന്നതെന്ന് അറിയാവോ? അയാളുടെ വിചാരം ഞാൻ അയാളുടെ അടിമയാന്നാ. ഞാൻ ഇത്രയും കാലം പഠിച്ചതൊക്കെ വെറുതെയാണ്. അയാളുടെ വീട്ടിൽ ചെന്ന് ഞാൻ അടിമയെപ്പോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, പിന്നെ ആ വീട്ടുകാര്യങ്ങൾ നോക്കണം. അല്ലാതെ എൻ്റെ കരിയറിനൊന്നും ഒരു വിലയില്ല. ഞാൻ ഇത്രയും കാലം പഠിച്ച എന്തിനാണോ അത് അയാൾ ചിന്തിക്കുന്ന പോലുമില്ല. അയാൾക്ക് ജോലിക്ക് പോകണം, പക്ഷെ എന്നെ ജോലിക്ക് വിടത്തില്ല. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞേ, അവൻ ശരിയല്ലെന്ന്. അവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവൻ പക്ക ഫ്രോഡാന്ന്. അവൻ്റെ കൂടെ എങ്ങനെ നീ ജീവിക്കാൻ പോയാൽ നിന്റെ ജീവിതം കട്ടപ്പുക. ഇപ്പം തീരുമാനം എടുക്കേണ്ട നീയാണ്, നീ തന്നെ വേണം തീരുമാനം എടുക്കാൻ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും തീരുമാനം എടുക്കണം. ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പറയുമ്പോൾ അത്ര എളുപ്പമാണ്, പക്ഷേ അതത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല.
എങ്ങാനും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാ? സമാധാനപ്പെട്, ഈ വിവാഹം ഒന്നും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി നിധിയെ സമാധാനിപ്പിച്ചു. ഇതേസമയം സുഭാഷ് ആറ്റിങ്ങലുള്ള കോഫി ഷോപ്പിലേക്ക് വരുവാണ്. അങ്ങോട്ടേക്ക് വരാനാണ് കവിത പറഞ്ഞിരുന്നത്. കവിതയെ പെണ്ണ് കാണാനായിട്ടാണ് സുഭാഷ് കനരാശം പോയത്. അങ്ങനെ ഏകദേശം ഉറപ്പിച്ച് വന്ന മട്ടിലായിരുന്നു. അപ്പോഴവർ അന്വേഷിക്കാൻ വരുന്ന സമയത്ത് ഗംഗാധരൻ കുറെ ചീത്തയൊക്കെ പറഞ്ഞു വിട്ടവരെ. ഭാസ്കറിന്റെ ചേട്ടന് അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പെണ്ണിന് ഒരിക്കലും ഒരു സുഖവും സമാധാനം ഉണ്ടാകത്തില്ല, നിനക്ക് വേറൊരു പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കല്യാണം ഏകദേശം മുടങ്ങുന്ന പോലെയായിരുന്നു. പക്ഷെങ്കിൽ അവർക്ക് ഭയങ്കര കാര്യമായിരുന്നു സുഭാഷിന്റെ സ്വഭാവം അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചായിരുന്നു, കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കണമെന്ന്. പക്ഷെ സുഭാഷ് അതിന് സമ്മതമല്ലായിരുന്നു, സമ്മതിച്ചില്ല, അംഗീകരിച്ചുമില്ല. അങ്ങനെ ഒടുവിലാണ് കവിത സുഭാഷിനെ വിളിച്ച് കാണണം എന്നൊക്കെ പറയുന്നത്. സുഭാഷ് വന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു, അല്ല സാറേ എന്താ വേണ്ടതെന്ന് ചോദിക്കണം. അതെ, ഒരാളും കൂടെ വരാണ്ട്, ഒരാൾക്കൂടി വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറയണം. ആയിക്കോട്ടെ. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും കവിത അങ്ങോട്ട് വന്നു. കവിതയെ കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് ചോദിച്ചു, അല്ല അച്ഛനും അമ്മയും ആരുമില്ലേ, തനിച്ചാണോ വന്നേ? അതെ, ഞാൻ തനിച്ചാ വന്നേ. അല്ല എന്താ കവിതയ്ക്ക് എന്നോട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സുഭാഷ് എന്നോട് പറയാനുണ്ട്. അപ്പോഴേക്കും ആ പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു, എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊരു ചോക്ലേറ്റ് ഐസ്ക്രീം. സുഭാഷ് എണ്ണോ എനിക്കും അത് മതി എന്ന് പറയണം. അങ്ങനെ അവരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കവിത പറഞ്ഞു, സുഭാഷ് എണ്ണ അറിയാലോ, എനിക്ക് സുഭാഷ് എണ്ണ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കേട്ടപ്പോൾ സുഭാഷ് ഒന്ന് ഞെട്ടി. അല്ല ഞാൻ ആ പരിപ്പോടൊക്കെ ഉണ്ടാക്കി തന്നോണ്ടാണോ? അത് മാത്രമല്ല സുഭാഷിന് ഭയങ്കര ഇന്നസെൻ്റ് ആണെന്ന് മനസ്സിലായി. എൻ്റെ വീട്ടിലും എല്ലാവർക്കും അതെ. അതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാരും ഈ ബന്ധത്തിൽ സംഭവിച്ചത്. ഒരുപക്ഷെ ആ വീട്ടിലേക്ക് ഇപ്പോഴും കെട്ടിച്ചുവിടാൻ സമ്മതമാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സുഭാഷേട്ടന് വേറൊരു വീടെടുക്കണം, മാറി താമസിക്കണം. ഇത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, മാറി താമസിക്കണം? അതെ, ഒരു കാരണവശാലും ആ വീട്ടിൽ താമസിക്കാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയൊന്നും എന്നെ സമ്മതിക്കില്ല. കാരണം അത്ര ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഒരു പെണ്ണൊറ്റയ്ക്ക് അത് ശരിയായ കാര്യമല്ലല്ലോ. പിന്നെ നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സഹിക്കുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് ഈ കല്യാണം നടത്തി തരാം, പക്ഷേ എങ്കിൽ അവൻ വീട് മാറണമെന്നാണ് പറയുന്നത്. അങ്ങനെ സമ്മതം ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും സുഭാഷ് ഏട്ടാ. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ കവിത പറയുന്നോണ്ടൊന്നും തോന്നരുത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇഷ്ടമില്ലായികയൊന്നുമില്ല. പക്ഷേ എൻ്റെ അനുജന്മാരെ വിട്ടിട്ട് കളിക്കും ഞാനില്ല. എൻ്റെ ജീവനും ജീവിതമാണ് എൻ്റെ അനുജന്മാരും അച്ഛനും. അവരെ വിട്ടിട്ട് എനിക്ക് ഒരിടത്തേക്കും ഇറങ്ങി വരാൻ പറ്റില്ല. അത് എത്ര വലിയ സ്വർഗമാണല്ലോ ശരി. ഇത് കേട്ടപ്പം അവൾ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, നിനക്കറിയാവോ, കുഞ്ഞുനാളിലെ മുതൽ ഞാനാണ് അവരെ നോക്കി വളർത്തിക്കൊണ്ട് വന്നത്. പെട്ടെന്നൊരു ദിവസം അവരെ ഉപേക്ഷിച്ചിട്ട് ഇന്നലെ കണ്ടൊരു പെണ്ണിൻ്റെ പുറകെ ഞാൻ വരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ അവരില്ലെങ്കിൽ എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും പോലും പറ്റില്ല. അവരെൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം, അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരേ കാര്യം അതാ. എനിക്കൊരു കല്യാണം നടന്നില്ലെങ്കിലും വേണ്ടത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും എൻ്റെ അനുജന്മാരെയും വിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ വാടകയ്ക്ക് മാറി താമസിക്കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കവിത ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ സുഭാഷ് ഏട്ടാ. ഇനിയൊന്നും ആലോചിക്കുകയല്ല കവിത, ഞാൻ ഉള്ളതാ പറഞ്ഞത്, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കവിതയ്ക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും ആ പെൺകുട്ടി അങ്ങോട്ട് വന്നു. പെൺകുട്ടിക്ക് പൈസ കൊടുത്തിട്ട് ഐസ്ക്രീം പോലും കഴിക്കാതെ സുഭാഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. സുഭാഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയം കല്യാണ വീട്ടിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന് വേണ്ടിയിട്ട്. സുധീഷിനാണെങ്കിൽ നല്ല ടെൻഷൻ, ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട്. അങ്ങനെ ഒരു ലോറി നിറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു വീട്ടിലേക്കുള്ളേ. അപ്പോഴേക്കും രാജീവ് സുധീഷിനെ വിളിച്ചു, ഇങ്ങോട്ട് പാടാന്ന് പറയാണ്. ചെന്ന് കഴിഞ്ഞും പറഞ്ഞു, അതെ കാരണത്തെ ലോറിക്കകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വീടിനകത്ത് കൊണ്ടുപോയി വെക്കാൻ പറയണം. അങ്ങനെ സുധീഷ് ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കണം. വേറെ ആൾക്കാരും ഉണ്ട്. ആ സമയം സുധീഷ് എടുത്തു, ഇവിടുത്തെ എവിടെ പോയി കിടക്കുക, ഇവിടെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലോ എന്ന്. അപ്പോൾ സുധീഷിന് അവളെ കാണാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് കണ്ടു കിട്ടുമായിരുന്നെങ്കിൽ. ഇന്നൊന്ന് കണ്ടിട്ട് പോലും ഇല്ലല്ലോ, എന്താണെന്നറിയില്ല, മനസ്സിങ്ങനെ അവളെ കാണാൻ തുടിച്ചുകൊണ്ടിരിക്കുക. ഇനി എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ചുറ്റും നോക്കുകയാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ കൊണ്ടേ വെക്കാൻ വരുമ്പോൾ അങ്ങോട്ട് പാളിപ്പാളി നോക്കും അവൾ വരുന്നുണ്ടോയെന്ന്. അങ്ങനെ ഒരു തവണ സാധനം കൊണ്ട് ഇറക്കി വെക്കാൻ വരുമ്പോഴത്തേനും നല്ല സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നിധി അങ്ങോട്ടൊക്കെ ഇറങ്ങി വരുന്നു. നിധിയെ കണ്ടതും സുധീഷിൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് വിടർന്നു. എന്ത് സുന്ദരി ഇവിടെ കാണാനായിട്ട്, നല്ല അപ്സരസിനെ പോലെയാണല്ലോ ഇറങ്ങി വരുന്നത്. ഓ, സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു, സാരിയിൽ ഇവിടെ അതീവ സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നിധി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ രാജീവ് പറഞ്ഞു, മോളെ സമയമായി എന്ന് പറയണം. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്താണ് അപ്പോൾ വീട്ടിലൊരു പൂജ നടത്തുന്നുണ്ട്. പൂജയ്ക്കായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുക. സുധീഷ് ഇങ്ങനെ നോക്കി നിന്നു. പിന്നീട് സുധീഷ് മനസ്സിൽ പറഞ്ഞു, ഇവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയാൽ മതിയാവുള്ളൂ. ഇവളെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തെ കൂടി ചിന്തിക്കാനേ പറ്റില്ല. ആ കോന്തനെടുത്തിട്ടുണ്ട് ഓസ്ട്രേലിയക്കാരൻ, അവനെ എങ്ങനെ ഓടിച്ചാൽ മതിയാവുള്ളൂ.
ഇത്രയും നല്ലൊരു പെൺകുട്ടിയുടെ ജീവിതം അവൻ കാരണം നശിച്ചു പോകാനായിട്ട് പോകുന്നേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നിധി ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ സാന്തോട് കയ്യൊക്കെ കൂപ്പി പിടിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കാൻ പറയാണ്. അപ്പം പ്രത്യേക പൂജകളാണ് കല്യാണം പ്രമാണിച്ച് വീട്ടിൽ നടക്കുന്നത്. പക്ഷെ നിധിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. നിധിക്ക് കല്യാണം ഇഷ്ടമില്ല, പിന്നെയാണ് പൂജകളും കാര്യങ്ങളൊക്കെ. എങ്ങനെയെങ്കിലും ഇതൊക്കെ തീർത്താൽ മതിയെന്ന് ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.